ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോണറ്റിക്സിലെ ഒരു സെക്ഷനായ വോക്കോയിഡ് ആൻഡ് കോണ്ടോയിഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. വോക്കോയിഡ്, കോണ്ടോയിഡ് എന്നുള്ളത് നമ്മൾ അത്രമാത്രം കേട്ട് പരിചയമില്ലാത്ത ഒരു സെക്ഷനാണ്. മറിച്ച് വവൽസ്, കോൺസണൻസ് എന്ന് പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെയധികം സുലഭമായി കേട്ട ഒന്നാണ് അല്ലേ? യെസ്, അതിന് തന്നെ മറ്റൊരു രൂപമാണ്, മറ്റൊരു ശൈലിയാണ് വോക്കോയിഡ് ആൻഡ് കോണ്ടോയിഡ് എന്ന് പറയുന്നത്. അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് കൂടെ ആയിട്ടുള്ള കെന്നത്ത് ലീ പൈക്ക് എന്ന് പറയുന്ന ആളാണ് ഈ വോക്കോയിഡ്, കോണ്ടോയിഡ് എന്നുള്ള ഡിവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സിംപിളി വവൽ, കോൺസണന്റ് എന്ന് പറയുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് വോക്കോയിഡും കോണ്ടോയിഡും ഉള്ളത്. പക്ഷെ അതിൽ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് വവലിനെ നമുക്ക് വോക്കോയിഡ് എന്ന് വിളിക്കാം, കോണ്ടോയിഡിനെ കോൺസണന്റ് എന്ന് നമുക്ക് വളരെ ഷോർട്ടായിട്ട് വിളിക്കാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വവൽസിനെ സിലബിക് വോക്കോയിഡ്, നോൺ സിലബിക് വോക്കോയിഡ് എന്ന് പറഞ്ഞ് രണ്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിലബിക് വോക്കോയിഡ് ആൻഡ് നോൺ സിലബിക് വോക്കോയിഡ്, ഇങ്ങനെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതറിയാം, എല്ലാ സിലബിളും CVC എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ CB എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് നമ്മൾ നേരത്തെ സിലബിൾസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബിക് വോക്കോയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സിലബിളിൻ്റെയും ന്യൂക്ലിയസ് ആയി വരുന്ന വവൽ സൗണ്ടിനെയാണ് സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നത്. എല്ലാ സിലബിളിൻ്റെയും ന്യൂക്ലിയസ് ആയി വരുന്ന വവൽ സൗണ്ടിനെയാണ് സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പെറ്റ് എന്നുള്ള വാക്കെടുക്കുക, പെറ്റ്. ഈ പെറ്റിന് പ് എന്നുള്ളത് റിലീസിങ് കോൺസെൻ്റ് ആണ്, എ എന്നുള്ള സൗണ്ടാണ് അതിൽ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത്. അതേപോലെ പിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇ എന്ന് പറയുന്ന സൗണ്ട് അവിടെ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നുണ്ട്. കാറ്റ് എന്ന് പറയുമ്പോഴും മാൻ എന്ന് പറയുമ്പോഴൊക്കെ അതിന് മിഡിലിൽ ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ ന്യൂക്ലിയസ് ആയി വരുന്ന വവൽ സൗണ്ടിനെയാണ് നമ്മൾ സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നത്. അതെ, രണ്ടാമത്തെ സെക്ഷൻ നോൺ സിലബിക് വോക്കോയിഡ്. നോൺ സിലബിക് വോക്കോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കും സെമി വവൽസ് ആയിട്ട് രണ്ട് സൗണ്ട് വരുന്നുണ്ട് അല്ലേ? വ് എന്നുള്ള സൗണ്ട്, യ് എന്ന് പറയുന്ന സൗണ്ട്. ഫൊണറ്റിക്കലി എന്താണ്? വോക്കോയിഡാണ്. ബട്ട് ഫോണോളജിക്കലി അതെന്താണ്? കോണ്ടോയിഡാണ്. നമ്മൾ ഏത് സിലബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ രണ്ട് സൗണ്ടിന്, വ് എന്ന് പറയുന്ന, യ് എന്ന് പറയുന്ന ഈ രണ്ട് സൗണ്ടിന് ഒരിക്കൽ പോലും ഒരു സിലബിളിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കാൻ കഴിയാത്ത വവൽ സൗണ്ടിനെയാണ് നോൺ സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നത്. സിലബിളിൻ്റെ ന്യൂക്ലിയസ് ആയി പ്രവർത്തിക്കാൻ കഴിയാത്ത വവൽ സൗണ്ടിനെയാണ് നമ്മൾ നോൺ സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് എക്സാമ്പിളാണ് വ്, യ് എന്നുള്ളത് കേട്ടോ. ഇത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ they are phonetically vocoid but phonologically condoid. ഇതാണ് വോക്കോയിഡ് എന്ന് പറയുന്ന സെക്ഷൻ. ഇതേപോലെ കാറ്റഗറി ഏതിലും വരുന്നുണ്ട്? നമ്മൾ കോൺസണൻസിലും വരുന്നുണ്ട്. കോൺസണൻസിലും സിലബിക്കും നോൺ സിലബിക്കും വരുന്നുണ്ട്. പക്ഷേ സിലബിക് കോണ്ടോയിഡ് എന്നുള്ളതാണ് പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എന്താണ് സിലബിക് കോണ്ടോയിഡ് എന്ന് നോക്കാം. സിലബിക് കോണ്ടോയിഡ് എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഈ കോണ്ടോയിഡ് അല്ലെങ്കിൽ കോൺസണന്റ് സൗണ്ടുകൾ വവലിൻ്റെ റോള് ചെയ്യാറുണ്ട്. നമ്മൾ കേട്ടിരിക്കും സിലബിക് കോൺസണന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഉദാഹരണത്തിന് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവസാന സിലബിള് ഷൻ എന്നുള്ളതാണ് അല്ലേ? അവിടെ എന്ത് കാണുന്നില്ല? വവൽ സൗണ്ട് കാണുന്നില്ല. അതേപോലെ ബോറ്റിൽ, കറ്റ്, അതേപോലെ കെറ്റിൽ, മറ്റൻ എന്നൊക്കെ പറയുന്ന സമയത്തും അവസാനത്തിൽ ടിൻ എന്നുള്ള ഒരു സിലബിൾ കാണാം. അവിടെയൊന്നും നമുക്ക് വവൽസ് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എടുക്കുന്ന 3 സൗണ്ടുകളുണ്ട്. ല്, മ്, ന്. ഈ 3 സൗണ്ടുകൾക്ക് വവലിൻ്റെ ഒരു നേച്ചർ കൊടുക്കും. ഇങ്ങനെയുള്ള സിലബിളിൽ ഈ 3 കോൺസണൻറ്റിനെ വവലായിട്ട് നമ്മൾ സങ്കല്പിക്കും. സിലബിക് കോൺസണന്റ് എന്ന് പറയാം. അങ്ങനെയുള്ള സൗണ്ടുകളെയാണ് സിലബിക് കോണ്ടോയിഡ് എന്ന് പറയുന്നത്. സിലബിക് കോണ്ടോയിഡ്. അപ്പോൾ സിലബിളിൽ വവലിന് പകരം ഉപയോഗിക്കുന്ന കോൺസണന്റ് സൗണ്ടിനെയാണ്
നമ്മൾ സിലബിക് കോണ്ടോയിഡ് എന്ന് പറയുന്നത്. മറ്റു ഭാഷയിൽ പറയുകയാണെങ്കിൽ സിലബിക് കോൺസണൻറ്റ് എന്നും പറയാം. ദെൻ നോൺ സിലബിക് കോണ്ടോയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കോൺസണൻറ്റ് സൗണ്ടിനെയും കോമൺ ആയി പറയുന്നതാണ് നോൺ സിലബിക് കോണ്ടോയിഡ്. ഉദാഹരണത്തിന് കാറ്റ് എന്നുള്ള വാക്കിൽ ക്ക് എന്നുള്ള ഫസ്റ്റ് സൗണ്ട് അതെന്താണ്, റിലീസിങ് കോൺസണൻ്റ് ആണ്, അതൊരു നോൺ സിലബിക് കോണ്ടോയിഡ് ആണ്. അവസാനത്തിൽ വരുന്ന ട് എന്നുള്ളത് അറസ്റ്റിംഗ് കോൺസണൻ്റ് ആണ്, അതും ഒരു സാധാരണ നോൺ സിലബിക് കോണ്ടോയിഡ് ആണ്. ഇതാണ് വോക്കോയിഡ് കോണ്ടോയിഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ശ്രദ്ധിക്കേണ്ടത് നോൺ സിലബിക് വോക്കോയിഡ്, സിലബിക് കോണ്ടോയിഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് കേട്ടോ. വവ്വല് രണ്ടെണ്ണം വരുന്നുണ്ട്, സിലബിക് വോക്കോയിഡ്, നോൺ സിലബിക് വോക്കോയിഡ്. എല്ലാ വവ്വൽ സൗണ്ടിനെയും നമ്മൾ സിലബിക് വോക്കോയിഡ് എന്ന് പറയുന്നു. യ് വ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആയി വരാത്ത രണ്ട് സൗണ്ടിനെ നമ്മൾ നോൺ സിലബിക് വോക്കോയിഡായിട്ട് പറയുന്നു. ദെൻ കോണ്ടോയിഡിലേക്ക് വന്നാൽ സിലബിക് കോണ്ടോയിഡ് ഉണ്ട്, നോൺ സിലബിക് കോണ്ടോയിഡ് ഉണ്ട്. വവ്വലിൻ്റെ റോള് ചെയ്യുന്ന ല്, മ്, ന്, ഈ 3 സൗണ്ടിനെയാണ് നമ്മൾ സിലബിക് കോണ്ടോയിഡ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കോൺസണന്റ് സൗണ്ടിനെയും നമുക്ക് നോൺ സിലബിക് കോണ്ടോയിഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മറ്റ് സെഷനുമായിട്ട് അടുത്ത ക്ലാസ്സിലെ കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സീ യു ദെൻ, ബൈ.